ഗാസയിൽ അക്രമം തുടർന്നാൽ ഹമാസ് ഗുരുതര പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്ന മുന്നറിയിപ്പുമായി യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഹമാസ് ഭീകരർ ഗാസയിലെ തെരുവിൽ പരസ്യമായി വധശിക്ഷ നടപ്പാക്കിയത് ഉൾപ്പെടെയുള്ള അക്രമങ്ങൾ തുടരവെയാണ് ട്രംപിന്റെ മുന്നറിയിപ്പ്. ഗാസയിൽ രക്തച്ചൊരിച്ചിൽ തുടർന്നാൽ ഹമാസ് ഭീകരരെ കൊല്ലുകയല്ലാതെ മറ്റു വഴിയില്ലെന്നും ട്രംപ് പറഞ്ഞു. ഗാസയിൽ ഹമാസ് ഭീകരർ എതിരാളികളായ ഗ്രൂപ്പുകളിലെ അംഗങ്ങളെ പരസ്യമായി വധിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ സമൂഹമാധ്യമത്തിൽ വൈറലായതിനു പിന്നാലെയാണ് ട്രംപിന്റെ ശക്തമായ മുന്നറിയിപ്പ്. ഹമാസ് ഭീകരർ ഗാസയിലെ ജനങ്ങളെ കൊല്ലുന്നത് തുടർന്നാൽ ഞങ്ങൾക്ക് അങ്ങോട്ട് ചെന്ന് അവരെ കൊല്ലുകയല്ലാതെ വേറെ വഴിയില്ലെന്ന് ട്രംപ് പറഞ്ഞു. ഹമാസ് നടത്തുന്ന കൊലപാതകങ്ങൾ സമാധാന കരാറിന്റെ ഭാഗമല്ലെന്നും ട്രംപ് വ്യക്തമാക്കി. ഹമാസ് ഗാസയിൽ നടത്തുന്ന അക്രമങ്ങളെക്കുറിച്ച് അന്വേഷണം നടത്തുകയാണെന്നും കരാർ ലംഘിച്ചാൽ നടപടിയുണ്ടാകുമെന്നും ട്രംപ് പറഞ്ഞിരുന്നു. എതിർ സംഘാംഗങ്ങളെ കൊലപ്പെടുത്തുന്ന ഹമാസിന്റെ പ്രവൃത്തി തനിക്കധികം ക്ഷമിക്കാൻ സാധിക്കില്ലെന്നും ട്രംപ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഹമാസ് ആയുധം കൈവെടിയണം, ഇല്ലെങ്കിൽ ഹമാസിനെ ഞങ്ങൾ നിരായുധീകരിക്കും. അത് വേഗത്തിലും ചിലപ്പോൾ രക്തരൂക്ഷിതവുമായിരിക്കുമെന്നും ട്രംപ് പറഞ്ഞു. ഹമാസിനെ ലക്ഷ്യം വയ്ക്കുന്നത് യുഎസ് സൈന്യമായിരിക്കില്ലെന്നും ട്രംപ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതിനായി ഞങ്ങൾ ഗാസയിലേക്ക് പോവില്ല, ഞങ്ങൾക്ക് വേണ്ടി ഇതെല്ലാം ചെയ്യാൻ അവിടെ തന്നെ ആളുകളുണ്ടെന്നും ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. വെടിനിർത്തൽ നിലവിൽ വന്നതിന് പിന്നാലെയാണ് ഗാസയിലെ തെരുവിൽ ഹമാസ് പരസ്യമായി വധശിക്ഷ നടപ്പിലാക്കിയത്. ഗാസ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന മറ്റ് സായുധ പലസ്തീൻ ഗ്രൂപ്പുകളിലെ അംഗങ്ങളെയാണ് തെരുവിൽ ജനങ്ങൾക്ക് മുന്നിൽ വെച്ച് ഹമാസ് ഭീകരർ വെടിവെച്ച് കൊന്നത്. ഗാസ സമാധാന കരാറിന്റെ ഭാഗമായി ഹമാസിനെ നിരായുധീകരിക്കുമെന്ന് ട്രംപ് ആവർത്തിക്കുന്നതിനിടെയാണ് അക്രമങ്ങൾ. ഇന്റർനാഷണൽ ഡെസ്ക്, ഷിക്കേന ന്യൂസ്.